പ്രത്യക്ഷ ദൈവമേ പ്രത്യക്ഷ ദൈവമേ ആത്മാവിലാനന്ദം നൽകുന്ന ദൈവമേ പ്രത്യക്ഷ ദൈവമേ പ്രത്യക്ഷ ദൈവമേ ആത്മാവിലാനന്ദം നൽകുന്ന ദൈവമേ ആദിവിത്തായിട്ടുദിച്ചൊരു ദൈവമേ ആദിവിത്തായിട്ടുദിച്ചൊരു ദൈവമേ അഖിലാണ്ട സൃഷ്ടികൾ ചെയ്യുന്ന ദൈവമേ അഖിലാണ്ട സൃഷ്ടികൾ ചെയ്യുന്ന ദൈവമേ പ്രത്യക്ഷ ദൈവമേ പ്രത്യക്ഷ ദൈവമേ ആത്മാവിലാനന്ദം നൽകുന്ന ദൈവമേ പ്രത്യക്ഷ ദൈവമേ ദൈവമേ വേദത്തിൻ കാതലായി വാഴുന്ന ദൈവമേ വേദത്തിൻ കാതലായി വാഴുന്ന ദൈവമേ ബോധമായ ആത്മാവിൽ വാഴുന്ന ദൈവമേ ബോധമായ ആത്മാവിൽ വാഴുന്ന ദൈവമേ പ്രത്യക്ഷ ദൈവമേ പ്രത്യക്ഷ ദൈവമേ ആത്മാവിലാനന്ദം നൽകുന്ന ദൈവമേ പ്രത്യക്ഷ ദൈവമേ 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 സത്യസ്വരൂപനേ ചിത്തസ്വരൂപനേ സത്യസ്വരൂപനേ ചിത്തസ്വരൂപനേ അത്തനകറ്റുന്ന ആനന്ദരൂപനേ അത്തനകറ്റുന്ന ആനന്ദരൂപനേ പ്രത്യക്ഷ ദൈവമേ മനസാ വാചാ കർമ്മണ പിഴകൾ വരുത്തിടാതെ മനസാ വാചാ കർമ്മണ പിഴകൾ വരുത്തിടാതെ പരമഭക്തരായി ദിനം ജീവിതം ചെയ്തിടേണമോ മനസാ വാചാ പിഴകൾ വരുത്തിടാതെ പരമഭക്തരായി ദിനം ജീവിതം ചെയ്തിടേണമോ മനസാലെ ചിന്തിക്കുന്ന കാര്യങ്ങളാസകലോ മനസാലെ മനസാലെ ചിന്തിക്കുന്ന കാര്യങ്ങളാസകലോ
നിന്ന് ഈ വിധം സത്യത്തിൽ തൽ എന്നും ഉറച്ചു നിന്ന് സൽഗുണ സ്വരൂപന ഗുരുവിനെ സ്തുതിക്കേണം ഈ വിധം സത്യത്തിൽ തന്നെന്നും ഉറച്ചു നിന്ന ഈ വിധം സൽഗുണ സ്വരൂപന ഗുരുവിനെ സ്തുതിക്കേണം മനസാലെ സ്തുതിക്കേണോ വാക്കാലെ സ്തുതിക്കേണോ മനസാലെ മനസാലെ സ്തുതിക്കേണോ വാക്കാലെ സ്തുതിക്കേണോ മനസാലെ കർമ്മങ്ങളാസകലം സ്തുതിയായി ഭവിക്കേണോ മനസാലെ സ്തുതിക്കേണോ കേണോ മനസാലെ കർമ്മങ്ങളാസകലം സ്തുതിയായി ഭവിക്കേണോ ഈ വിധം ത്രിഗുണമാതൊത്തു പ്രകാശിക്കുമ്പോൾ ഈ വിധം ത്രിഗുണമാതൊത്തു പ്രകാശിക്കുമ്പോൾ ത്രിലോകനാഥനാകും ശുഭാനന്ദ രൂപം കാണാം ഈ വിധം ത്രിഗുണങ്ങൾ ഒത്തു പ്രകാശിക്കുമ്പോൾ ഈ വിധം ത്രിലോകനാഥനാകും ശുഭാനന്ദ രൂപം കാണാം ഈ വിധം ത്രിഗുണങ്ങളായി ത്രിലോകനാഥനാകും ഇപ്പൊ ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മനസ്സാ വാച കർമ്മണ പരിപൂർണമായി ഗുണത്തിൽ നിലനിൽക്കുന്നവരെല്ലാം ഒന്ന് കൈവക്കി കാണും. ത്രിഗുണങ്ങൾ ഒത്ത് പ്രകാശിക്കുന്നവരാണ് ഈ കൈവക്കിയതല്ല, അല്ലേ? ആണോ? ജന്മമെടുത്തവരെ നമ്മൾ
ഇപ്പോഴും ഒരു പിടിയില്ല ഒരു പിടിയില്ല. അല്ലേ? ഒരു പിടിയില്ലാതെ കിടക്കുന്ന ഒരു ചോദ്യമാണിത്. ആണോ? മനസ്സാ വാചാ കർമ്മണ ഗുണമായിത്തീരണം, ഗുരുരൂപമായിത്തീരണം. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദക്ഷിണ ഉപദേശം പഠിപ്പിക്കുമ്പോൾ തന്നെ ഇതെല്ലാം പ്രത്യേകമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉന്നതനാകുന്ന ഗുരുവിന്റെ ഗുണങ്ങളെ ചിന്തിക്കുവാനും പറയുവാനും പ്രവർത്തിക്കുവാനുമുള്ള പ്രാപ്തി സത്യജീവിതത്തിൽ കൂടി നിങ്ങൾ ആർജിച്ചെടുക്കണമെന്നാണ് ഇവിടുന്ന് പഠിപ്പിക്കുന്നത്. സത്യം അറിയാതെ സത്യം പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അപ്പോൾ സത്യസ്വരൂപനെ ചിത്തത്തിൽ കണ്ടുകൊണ്ട് സത്യപ്രകാശത്തെ പുറമെ പ്രവർത്തിപ്പിക്കുവാനുള്ള കഴിവ് ആത്മാക്കൾക്ക് ഉണ്ടാകണം. സത്യസ്വരൂപനെ ചിത്തത്തിൽ കണ്ടുകൊണ്ട് സത്യപ്രകാശത്തെ പുറമെ പ്രവർത്തിപ്പിക്കുവാനുള്ള കഴിവ് ആത്മാക്കൾ. ആ ഉൾപ്രകാശം ഉണ്ടായെങ്കിലേ പുറമേ പ്രകാശം ഉണ്ടാവുകയുള്ളൂ. ഉൾപ്രകാശം ഉണ്ടായെങ്കിലേ പുറമേ പ്രകാശം ഉണ്ടാവുകയുള്ളൂ. ആ വലിയ വിലപിടിപ്പുള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇട്ടുകൊണ്ട് നടന്ന വലിയ ചൈതന്യമാണെന്ന് തോന്നിക്കും. മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടന്നാൽ വലിയ ചൈതന്യമാണെന്ന് തോന്നിക്കും. ആ വെളുത്ത് വെള്ളാഴ്ച ഇങ്ങനെ നടക്കാം. അത് ചൈതന്യമല്ല, അത് പുറമേയുള്ള വേഷം കെട്ടലുകളാണ്. അതല്ല നമുക്ക് വേണ്ടത്. ആത്മചൈതന്യ തിളക്കം അന്തരംഗത്തിൽ അനുഭവമാകണം. അത് അനുഭവമാകുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ജ്ഞാനപ്രകാശം ആത്മാവിൽ ഭവിക്കണം. ജ്ഞാനപ്രകാശം ആത്മാക്കളിൽ ഏകുവാൻ ജ്ഞാനസമ്പൂർണനാകുന്ന ഗുരുവാണ് അവതാരമായി വന്ന് ലോകത്തിൽ വാഴുന്നത്. ആ പരമഗുരു പരമപ്രകാശത്തെ ആത്മലോകത്തിൽ പ്രദാനം ചെയ്യുവാൻ വന്നതുകൊണ്ടാണ് ഈ പ്രകാശത്തിന്റെ കൂട്ടമാകുന്ന പൂരം നക്ഷത്രം തന്നെ തന്റെ ജന്മത്തിനായി സ്വീകരിച്ചിരിക്കുന്നത്. ആ സർവപ്രകാശങ്ങളുടെയും കൂട്ടമാണ് പൂരം. ആ പൂരമാണ് അതിൽ ഉദയമായി വാഴുന്നത്. അങ്ങനെ ഉദയമായി വന്ന പരിപൂർണ പൂരത്തെ ഗുരുവായി സ്വീകരിപ്പാൻ തക്ക വിധത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യം, അത് പരിപൂർണ പ്രയോജനമായി വരണമെങ്കിൽ മനസ്സാ വാചാ കർമ്മണ ഗുരു തത്വം അറിഞ്ഞ് ജീവിതം ചെയ്യണം. സത്യം കേട്ടിട്ടുള്ളവർക്ക് അറിയാം. മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്ക്, പുറമെ പറയണ്ട. കാരണം സത്യം കേൾക്കാത്തവരും കൂട്ടത്തിലുണ്ട്. ഇന്ന് ആദ്യമായി വന്നവരുണ്ട്, പഞ്ചാബിൽ നിന്ന് വന്നവരുണ്ട്, അതുപോലെ വളരെ വിദൂരത്തിൽ നിന്നൊക്കെ വന്നവരുണ്ട്. അപ്പൊ അവർക്കിത് അറിയില്ലല്ലോ. അതുകൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുക. സത്യം കേൾപ്പിക്കുമ്പോ പറയുന്ന ഒരു കാര്യമുണ്ട്, വെറ്റില എന്ന് തുടങ്ങി പറയുന്ന ഒരു 7 കാണിക്കുന്നു 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 എന്ന് പറയും. ഓർക്കുന്നോ? മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കിയേ. 7 പ്രാവശ്യം അങ്ങനെ പറയും. 7 തത്വങ്ങളാണ്. ഇത് നമ്മൾ ഏകോപിക്കേണ്ടതാണ്. അങ്ങനെ ഏകോപിക്കുമ്പോഴാണ് തെറ്റാത്ത ജീവിതമായി മാറുന്നത്. അപ്പൊ മനസ്സാ വാചാ കർമ്മണ ആണ് തെറ്റാത്ത ജീവിതം ചെയ്യേണ്ടത്. ആ മനസ്സാ വാചാ കർമ്മണ പൂർത്തീകരിക്കുവാനുള്ള വഴിയാണ് ഈ കാണിക്കുന്നത്. ആ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥം അതിനുണ്ട്. അതെല്ലാം കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഉപദേശം പഠിപ്പിക്കുന്നത്. പഠിച്ച് ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഉൾപ്രകാശ സ്വരൂപനാകുന്ന സദ്ഗുരുവിന്റെ രൂപത്തെ അകമയെ കണ്ടുകൊണ്ട് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും കഴിയും. അപ്പൊ അതിനുള്ള മാർഗം തെളിയിക്കുവാൻ വന്ന, ജന്മാന്തര ജ്ഞാനം ഓതി ഭവിപ്പിക്കുവാൻ വന്ന ജന്മിയാകും ഗുരുവിന്റെ ജന്മാദിനമാഘോഷിപ്പാൻ ജന്മമെടുത്ത ആത്മലോകം ഒരുങ്ങിക്കൊള്ളുക. ആ ജന്മിയാകും ഗുരുവിന്റെ
ഈ ഗുരു ഓരോരുത്തരുടെയും ജന്മിയാകുന്നത് എങ്ങനെയാണ്? പരമഗുരു ഓരോരുത്തരുടെയും ജന്മിയാകുന്നത് എങ്ങനെയാണ്? ജന്മിയാണ് യഥാർത്ഥത്തിൽ. പക്ഷെ തിരിച്ചറിവ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അത് അനുഭവമാകുന്നത് എങ്ങനെയാണ്? അത് തിരിച്ചറിവ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അനുഭവമാകുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് തിരിച്ചറിവ് ഉണ്ടാകുന്നത്? ജന്മിയാകുന്ന ജഗദീശ്വരൻ തന്റെ ജന്മാന്തരജ്ഞാനത്തെ നമ്മളിലേക്ക് ഭവിപ്പിച്ച് ജന്മപാപവും കർമ്മദോഷവും ജീവനാശവും തീർത്ത് വീണ്ടെടുക്കുമ്പോൾ ആത്മപ്രകാശത്തിലൂടെ ആത്മനാഥനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ആ സമ്പൂർണ്ണ സമർപ്പണം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ആ സമ്പൂർണനാകുന്ന ഗുരു, സമ്പൂർണനാകുന്ന ജന്മി, സമ്പൂർണനാകുന്ന ഉടമസ്ഥൻ ഞാൻ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്ന അനുഭവമാകുന്നത്. ആ വിധത്തിൽ അനുഭവമാക്കിക്കൊണ്ട് ജന്മപാപം കർമ്മദോഷം ജീവനാശം തീർത്തു തന്ന ഉടമസ്ഥനാകുവന്റെ ശുഭാനന്ദമേ ജന്മപാപം കർമ്മദോഷം ജീവനാശം തീർത്തു തന്ന ഉടമസ്ഥനാകുവന്റെ ശുഭാനന്ദമേ ഉടമസ്ഥനാകുന്ന ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കാനാണ് നമ്മൾ ആദർശക്കൊടി ഉയർത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ 7-ാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 6 ദിനവും നടന്ന കാര്യങ്ങൾ ഇവിടെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നവരുണ്ട്. ഈ കൂട്ടത്തിൽ ഓരോ ദിവസവും വന്ന് സ്തുതി നടത്തി തിരികെ പോയവരുണ്ട്. ആ കൂട്ടത്തിലുള്ള പലരും ഇന്ന് ആരാധനയ്ക്ക് വേണ്ടി വീണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ അറിയാം, ആദർശക്കൊടി ഉയർത്തിയ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെയും ആനന്ദരൂപനാകുന്ന ജഗദീശ്വരൻ അങ്ങനെ കളിയാടി വിളയാടി ഭക്തലോക മധ്യത്തിൽ വാഴുകയാണ്. ഓ ആനന്ദമേ പരമാനന്ദമേ ഗുരുവിന്റെ അധിവാസമാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ഗുരുവിന്റെ അധിവാസം ആനന്ദമേ ഗുരുവിന്റെ അധിവാസം
അധിവാസം സ്ഥിരമായി ഈ സന്നിധാനത്തിൽ ഉള്ളത് കൊണ്ടാണ് ഈ ആനന്ദം എല്ലാ ആത്മാക്കൾക്ക് അനുഭവമാകുന്നത്. ഗുരുവിന്റെ അധിവാസം സ്ഥിരമായി തിരുസന്നിധാനത്തിൽ ഉള്ളത് കൊണ്ടാണ് ഈ ആനന്ദം ആത്മാക്കൾക്ക് എല്ലാം. അങ്ങനെ മാറ്റമില്ലാത്ത, മരണമില്ലാത്ത പരമഗുരുവിന്റെ അധിവാസം എപ്പോഴും ഈ സന്നിധാനത്തിൽ ഉണ്ട് എന്ന് പരിപൂർണമായി ബോധ്യമുള്ളവരെന്ന് കൈ ഉയർത്തിക്കുണ്ടാക്കും. കൈ അടിക്കാം. ആനന്ദമേ പരമാനന്ദമേ ഗുരുവിന്റെ അധിവാസം ആനന്ദമേ. 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 ജന്മാന്തര ജ്ഞാനം നൽകിടുന്ന ഗുരുവിന്റെ അധിവാസം ആനന്ദമേ. ജന്മാന്തര ജ്ഞാനം നൽകിടുന്ന ഗുരുവിന്റെ അധിവാസം ആനന്ദമേ. ആനന്ദമാത്മാവിൽ നൽകിടുന്ന ഗുരുവിന്റെ അധിവാസം ആനന്ദമേ. ആനന്ദമാത്മാവിൽ നൽകിടുന്ന ഗുരുവിന്റെ അധിവാസം ആനന്ദമേ. ആനന്ദമേ പരമാനന്ദമേ ശുഭാനന്ദാവതാരമാനന്ദമേ. ആനന്ദമേ പരമാനന്ദമേ ശുഭാനന്ദാവതാരമാനന്ദമേ. ഞാനിവിടെ നിന്നുകൊണ്ട് ഓരോ ശരീരങ്ങളിലും നിന്നുകൊണ്ട് പറയാറുണ്ട് അവതാരം 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 എന്ന്. ഓരോ തിരുശരീരത്തിലും ആളിൽ നിന്നുകൊണ്ട് കൽപ്പിക്കാറുണ്ട് അവതാരം അവതാരം അവതാരം. നിങ്ങൾ ഇത് കേട്ട് പറയുകയാണോ അനുഭവത്തിൽ വരുത്തിയിട്ട് പറയുകയാണോ? നമ്മളിത് കേട്ട് പറയുകയാണോ അനുഭവത്തിൽ വരുത്തിയിട്ട് പറയുകയാണോ? ഏതാണ് ശരി? ഏതാണ് ശരി? നിങ്ങൾക്കത് അനുഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താം. പരിപൂർണമായി അനുഭവപ്പെട്ടവർ കൈ അടിക്കാം. കലിയുഗ അവതാരം എത്രയാനന്ദമോ, കലിയുഗ അവതാരം, കലിയുഗ അവതാരം എത്രയാനന്ദമോ, കലിയുഗ അവതാരം. ആരാഞ്ഞറിയുന്നവർക്കു ആനന്ദം തന്നെ. അവതാരത്തെ അറിയുവാനുള്ള മാർഗം എന്താണ്? അവതാരത്തെ അറിയുവാനുള്ള മാർഗം എന്താണ്? എന്താണ് മാർഗം? അവതാരം അറിയിക്കുന്ന അറിവ് കൊണ്ട് അതിന് മുമ്പ് പാടിയ കീർത്തനത്തിൽ പറഞ്ഞ ആരാഞ്ഞറിയുന്നവർക്ക് ആനന്ദമുണ്ടാകുന്നു. ആരാഞ്ഞറിയണം. എന്താ ആരാഞ്ഞറിയേണ്ടത്? ഓരോന്നിലും ആരാഞ്ഞറിയാൻ പറ്റും. എന്നാൽ അതിലെല്ലാം ഉപരിയായി ഗുരു നൽകുന്ന അറിവിനെ വേണ്ട വിധത്തിൽ ആരാഞ്ഞറിഞ്ഞ് അതിൽ നിന്ന് അവതാര രൂപത്തെ അകതാരിൽ തെളിയിക്കുവാനുള്ള പ്രാപ്തി വർത്തിയന്മങ്ങൾക്കുണ്ടാകുമ്പോഴാണ് കലിയുഗ അവതാരം എത്രയാനന്ദമോ, കലിയുഗ അവതാരം ആരാഞ്ഞറിയുന്നവർക്കു ആനന്ദം തന്നെ. ആരാഞ്ഞറിയുകയും ചെയ്യാം, ആനന്ദം വേണം താനും.
ആരാധനയും ചെയ്യാൻ ആനന്ദം വേണം. പക്ഷെ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നതൊന്നും കളയാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടെ കയ്യിലിരിക്കുന്നതൊന്നും കളയാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ഇന്ന പോലൊക്കെയാണ് ജീവിച്ചിരുന്നത്. ഇത്ര വർഷമായിട്ട് ഇതുപോലെയൊക്കെയാണ് ഞങ്ങൾ ഇന്ന രീതിയിൽ ചില കാര്യങ്ങൾ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്നതാണ്. അതിന്റെ ചിട്ട അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതൊന്നും ഞങ്ങൾ മാറ്റാൻ തയ്യാറല്ല. പക്ഷെ ആനന്ദം വേണം. അത് പറ്റുമോ? അത് പണ്ടൊരു പഴമൊഴി പറയുന്ന പോലെ കക്ഷത്തിൽ ഇരിക്കുന്ന പോവുകയും ചെയ്യരുത്, ഉത്തരത്തിൽ ഇരിക്കുന്ന എടുക്കുകയും വേണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഏതെങ്കിലും ഒന്നേ പറ്റൂ. ഉത്തരത്തിൽ ഇരിക്കുന്നത് കാര്യമായിട്ടുള്ളതാണെന്ന് കണ്ടാൽ കക്ഷത്തിരിക്കുന്ന അങ്ങ് ഉപേക്ഷിക്കണം. കാര്യമായുള്ളതും കാതലായുള്ളതും കാരുണ്യവാരിധി തെളിയിക്കുന്നു എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഈ കശപിശ കണ്ടതെല്ലാം അങ്ങ് കളഞ്ഞിട്ട് കളങ്കമെല്ലാം കളങ്കമെല്ലാം നിഷ്കളങ്കനാകതാരിൽ കളിയാടട്ടെ. കളങ്കമെല്ലാം കളങ്കമെല്ലാം നിഷ്കളങ്കനാകതാരിൽ കളിയാടട്ടെ. നിഷ്കളങ്ക ഖഡ്ഗിയാകുന്ന അവതാര രൂപം അകതാരിൽ തെളിയണമെങ്കിൽ നിഷ്കളങ്ക ഹൃദയം ഉണ്ടാകണം. ആ നിഷ്കളങ്ക ഹൃദയം ഉണ്ടാകാനുള്ള വഴി ഏതാണ്? നിഷ്കളങ്ക ജ്ഞാനമാണ്. നിഷ്കളങ്ക ജ്ഞാനം എവിടെ നിന്ന് ലഭിക്കും? അത് നിഷ്കളങ്കനാകുന്ന ഗുരുവിൽ നിന്ന് ലഭിക്കും. നിഷ്കളങ്കനായ ഗുരുവിനെ ഇവിടെ അന്വേഷിച്ചു പോകും. തേടി നടക്കേണ്ട, ആരും തേടി നടക്കേണ്ട, എങ്ങും തേടി നടക്കേണ്ട, എങ്ങും തേടി നടക്കേണ്ട, ആരും തേടി നടക്കേണ്ട. ഖഡ്ഗിയായിട്ട് ഈ ലോകത്തിൽ വന്നിട്ടുണ്ട് പരമാത്മാവ്. ഖഡ്ഗിയായിട്ട് ഈ ലോകത്തിൽ വന്നിട്ടുണ്ട് പരമാത്മാവ്. അറിയിക്കുന്ന ജ്ഞാനങ്ങൾ വേണ്ട പോലെ ഗ്രഹിച്ചെന്നാൽ, അറിയിക്കുന്ന ജ്ഞാനങ്ങൾ വേണ്ട പോലെ ഗ്രഹിച്ചെന്നാൽ അവതാരത്തിൻ രൂപത്തെ അകതാരിൽ കണ്ടെത്തിയിടാം. അറിയിക്കുന്ന ജ്ഞാനങ്ങൾ വേണ്ട പോലെ ഗ്രഹിച്ചെന്നാൽ, അറിയിക്കുന്ന അവതാരത്തിൻ രൂപത്തെ അകതാരിൽ കണ്ടെത്തിയിടാം. അകതാരിൽ കാണാതെങ്ങും തേടി തേടി നടക്കല്ലേ. അകതാരിൽ കാണാതാരും അകതാരിൽ കാണാതാരും തേടി തേടി നടക്കല്ലേ. അന്യമായിട്ടല്ല താൻ അന്യമായി നിൽക്കില്ല. അന്യമായിട്ടല്ല താൻ അന്യമായി നിൽക്കില്ല. അന്യമല്ലാത്ത ഈശ്വരൻ ആത്മാവിൽ വസിക്കുവാൻ. അന്യമല്ലാത്ത ഈശ്വരൻ ആത്മാവിൽ വസിക്കുവാൻ. അന്യമില്ലാതുള്ള ബന്ധം ആത്മാവിൽ വരുത്തേണമോ? അന്യമില്ലാതുള്ള ബന്ധം ആത്മാവിൽ വരുത്തേണമോ? അന്യമല്ലാത്ത ഈശ്വരൻ ആത്മാവിൽ വസിക്കുവാൻ. അന്യമില്ലാതുള്ള ബന്ധം ആത്മാവിൽ വരുത്തേണമോ? ജീവാത്മാവും പരമാത്മാവും ഏകമാണെന്നറിയണോ? ജീവാത്മാവും പരമാത്മാവും ഏകമാണെന്നറിയണോ?
ജീവാത്മാവും പരമാത്മാവും ഏകമാണെന്നറിയണം. ഏകമാണെന്നറിയുവാൻ ഏകജ്ഞാനം കേൾക്കണം. ഏകമാണെന്നറിയുവാൻ ഏകജ്ഞാനം കേൾക്കണം. ജീവാത്മാവും പരമാത്മാവും ഏകമാണെന്നറിയണം. ഏകമാണെന്നറിയുവാൻ ഏകജ്ഞാനം കേൾക്കണം. ഏകജ്ഞാനം നൽകുവാൻ ഏകത്വമതോതുവാൻ. ഏകജ്ഞാനം നൽകുവാൻ ഏകത്വമതോതുവാൻ. ഏകാത്മാവാം പരമാത്മാവ് വന്നു ഉദിച്ചു ഖഡ്ഗിയായി. ഏകാത്മാവാം പരമാത്മാവ് വന്നു ഉദിച്ചു ഖഡ്ഗിയായി. ഏകജ്ഞാനം നൽകുവാൻ ഏകത്വമതോതുവാൻ. ഏകാത്മാവാം പരമാത്മാവ് വന്നു ഉദിച്ചു ഖഡ്ഗിയായി. ഏകജ്ഞാനം നൽകുവാൻ ഏകത്വമതോതുവാൻ. ഏകജ്ഞാനം നൽകുവാൻ ഏകത്വമതോതുവാൻ. ഏകാത്മാവാം പരമാത്മാവ് വന്നു ഉദിച്ചു ഖഡ്ഗിയായി. ഏകജ്ഞാനം നൽകുവാൻ ഏകത്വമതോതുവാൻ. ഏകാത്മാവാം പരമാത്മാവ് വന്നു ഉദിച്ചു ഖഡ്ഗിയായി. ഏകാത്മാവാം പരമാത്മാവ് വന്നു ഉദിച്ചു ഖഡ്ഗിയായി. ഇനി തേടി തേടി നടക്കേണ്ട ആവശ്യമുണ്ടോ? ഈ അറിയിക്കുന്ന അതുപോലെ അങ്ങ് ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. അതിനകത്തുനിന്ന് ആരും ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കരുത്. അത് മാറ്റി വെച്ചാൽ ഒരു സുഖം ഉണ്ടാവുകയില്ല. പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഈ അമ്മൂമ്മമാര് ഉണ്ടല്ലോ, അമ്മൂമ്മമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എവിടെങ്കിലും പോയി ഒരു 5 വെറ്റ മേടിച്ചോണ്ട് വരും. അതൊരു വാഴപ്പോള എടുത്ത് അതിനകത്ത് മടക്കി ശകലം വെള്ളമൊക്കെ തളിച്ചതിനെ വെക്കും. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇത് പഴുത്തു തുടങ്ങും. ഇപ്പൊ പുറമെ ഇരിക്കുന്നതാണ് പഴുക്കുന്നത്. ഇപ്പൊ ഇല്ല, പുറമെ ഇരിക്കുന്ന എടുത്ത് ആദ്യം മുറുക്കും. അകത്ത് ചീത്തയാവുമല്ലോ, അതുകൊണ്ട് അത് പുറത്തിരിക്കുന്ന ആദ്യം എടുക്കും. അപ്പൊ അതെടുത്ത് മുറുക്കുക. അന്ന് വെറ്റ, പാക്ക്, ചുണ്ണാമ്പ് ഇതെല്ലാം കൂടെ ചേർത്തൊരു മുറുക്കുണ്ടല്ലോ. അല്ല, ഈ മുറുക്കുന്ന കാര്യം പ്രത്യേകം പറഞ്ഞതേ, നിങ്ങൾക്ക് ആർക്കും ഇതൊന്നും അറിയാത്തതുകൊണ്ട് പ്രത്യേകം പറഞ്ഞതാ. ചിലരൊക്കെ ഇരുത്ത് കണ്ടിട്ട് മുറുക്കോ, ഒന്നും അറിയാത്ത പോലെ. ഇപ്പൊ ചില പരാതികളൊക്കെ വരുന്നുണ്ട്. ചില ഭാഗത്തോട്ടൊന്നും ചെല്ലാൻ വയ്യ, സുഗന്ധം. ആരാധന എന്നുകൊണ്ട് ഞാനത് പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ദോഷമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വല്യമ്മ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസവും ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? പുറത്തിരിക്കുന്ന വെറ്റ വീണ്ടും പഴുത്തതാ. ഇല്ല, പഴുത്തതാ പിന്നെയും തിന്നുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ 5 വെറ്റ തീരുന്നവരെയും വല്യമ്മയ്ക്ക് ഈ പഴുത്ത വെറ്റ തിന്നാനേ യോഗ്യതയുള്ളൂ. കാര്യം എന്താ? സൂക്ഷിച്ചു വെച്ചതാ. സൂക്ഷിക്കുന്നത് നല്ലതാണ്, സൂക്ഷിക്കേണ്ടത് ആവശ്യവുമാണ്, സൂക്ഷിച്ച് ജീവിക്കാവുന്ന സത്യം ചെയ്തവരുമാണ്. പക്ഷേ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കാനുള്ള ഒരു പരിശീലനം കൂടെ വേണം. ഈ വിധത്തിൽ സൂക്ഷിച്ചാൽ എപ്പോഴും പഴകിഞ്ഞു കുടിക്കാനേ നിവൃത്തി ഉണ്ടാവുകയുള്ളൂ. പഴകിഞ്ഞ് മോശമായതുകൊണ്ടല്ല, നല്ലത് കഴിക്കേണ്ടപ്പോ നല്ലത് കഴിക്കണമല്ലോ, നന്മ ചിന്തിക്കേണ്ടപ്പോ നന്മ ചിന്തിക്കണമല്ലോ. ഏകജ്ഞാനത്താൽ ഉണ്ടാകുന്ന ഏകത്വം ആത്മാവിൽ ഭവിക്കാതെ ഏകാത്മാവാകുന്ന പരമാത്മാവിനെ കാണുവാൻ കഴിയുകയില്ല. അപ്പോ ലഭിക്കുന്ന അറിവുകൾ ഈ വിധത്തിൽ കൊണ്ട് ഇപ്പൊ പല ആളുകൾ, ഇപ്പൊ കുഞ്ഞുങ്ങൾ വരെ ഇരുന്നങ്ങ് എഴുത്താ, എന്തോ പറഞ്ഞാലും ഞാൻ എഴുതുക. ഞാൻ നോക്കുമ്പോൾ ഒരെണ്ണത്തിന്റെ മുഖം എപ്പോഴും കാണത്തില്ല, എഴുത്താ. പാട്ടങ്ങോട്ട് പാടുന്നു എഴുതുന്നു, എഴുതുന്നു. എന്നിട്ട് അതിന്റെ സംശയവും അക്ഷരം തിരുത്തലും ഒക്കെ ഇതിന്റെ ഇടയ്ക്കൂടെ നടക്കുക. ഈ പറയുന്ന വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നുമില്ല. എഴുതണ്ടെന്നല്ല, എഴുതണം. അത് സ്പീഡിൽ എഴുതാൻ അറിയാവുന്ന 1-2 പേര് എഴുതി വെളിയിൽ ഇറങ്ങിയിട്ട് അത്
പകർത്തി എഴുതാമല്ലോ. വീട്ടിൽ എഴുതാൻ അറിയുന്നവർ ഒന്നോ രണ്ടോ പേര് എഴുതി വെളിയിൽ ഇറങ്ങേണ്ടത് പകർത്തി എഴുതാം. പകർത്തി എഴുതി കൊണ്ടുപോയാലും സൂക്ഷിച്ച് നമുക്ക് വീണ്ടും വീണ്ടും അതിന് ഉപയോഗിക്കാൻ പറ്റും. പകർത്തി എഴുതി കൊണ്ടുപോയി ഈ നല്ല കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റിയിട്ട് ഇതൊക്കെ ചെയ്താൽ, ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റിയിട്ട് ഇതൊക്കെ ചെയ്താൽ, ഞാൻ സംസാരിക്കുമ്പോൾ അവരെന്ത് ചെയ്യാ, ഈ എഴുതിയ പാട്ടിന്റെ തെറ്റ് തിരുത്തുക. അന്നേരം തന്നെ ജോലി അങ്ങ് തീർത്ത് വെളിയിൽ ഇറങ്ങിയ ബുക്ക് എവിടെയും കൊണ്ട് വെക്കാമല്ലോ. അപ്പൊ പിന്നെ എന്തിനാ ഇത് എഴുതുന്നത്? അപ്പൊ ഈ വിധത്തിൽ സൂക്ഷിച്ചാൽ ആരാഞ്ഞറിയുന്ന അറിവ് ആത്മാവിൽ ഭവിക്കുകയില്ല. അപ്പൊ കരുതേണ്ടതുപോലെ കരുതി, ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ച്, പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിച്ചെങ്കിലേ ഈ ഗുണം, ആത്മാവിന്റെ ഗുണം ആത്മാവിൽ കണ്ട അവതാര രൂപത്തെ അകതാരിൽ തെളിഞ്ഞു കണ്ട് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും കഴിയുള്ളൂ. അങ്ങനെ ആരാധിച്ചാനന്ദിക്കാം, നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം, നമുക്കെന്നും അപ്പോൾ നമുക്ക് അനേകായിരം കീർത്തനങ്ങൾ ഈശ്വരന്റെ നാമത്തിൽ ലഭ്യമായിട്ടുണ്ട്. ഈ കീർത്തനങ്ങൾ ഓരോന്നും എന്തിനു വേണ്ടി തന്നതാണ്? മനുഷ്യാത്മാവിന്റെ സമ്പൂർണതയ്ക്ക് വേണ്ടി തന്നതാണ്. ആ ഉന്നതനാകുന്ന ഗുരു അവതാരമായി വന്ന് ഈ അന്ധകാരാഗ്നിയിൽ കിടക്കുന്ന മാനവലോകത്തെ വീണ്ടെടുത്ത് ഉന്നതരാക്കി തീർക്കുവാൻ തന്ന ഉത്തമമായ വഴിയാണ് ഈ നാമസങ്കീർത്തനം. സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപ എന്റെ ആത്മാവിൻ രൂപമായി വാഴാൻ, സമ്പൂർണ്ണ അവതാരമായി വന്നതോർത്താൽ എന്റെ ഭാഗ്യമായി കാണുന്നു നാഥ. മാലിന്യമില്ലാത്ത ജ്ഞാനം, മാലിന്യം മാറ്റുന്ന ജ്ഞാനം. എപ്പോഴും ജ്ഞാനത്തെ അഗ്നിയോട് ഉപമിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ജലത്തോട് ഉപമിക്കാറുണ്ട്. നാരായണൻ എന്ന് പേര് വന്നത് നാരത്തിൽ അയനം ചെയ്യുന്നത് കൊണ്ടാണ്. നാരമെന്നാൽ ജലമെന്നും ജ്ഞാനമെന്നും അർത്ഥമുണ്ട്. അപ്പൊ ജ്ഞാനത്തിൽ അധിവസിക്കുന്നവനാണ് നാരായണൻ. അപ്പൊ അവിടെ ജലത്തോട് ഉപമിച്ചിട്ടുണ്ട്. അതുപോലെ അഗ്നിയോട് ഉപമിക്കാറുണ്ട്. അഗ്നിയുടെ പ്രത്യേകത എപ്പോഴും അത് മുകളിലേക്കായിരിക്കും അതിന്റെ ഗമനം. എപ്പോഴും ഉയർന്നു പൊങ്ങാനുള്ള ആർത്തിയുള്ള വസ്തുവാണ് അഗ്നി.
എന്തിനോട് ബന്ധിക്കുന്നു അതിനെല്ലാം അത് ശുദ്ധീകരിക്കും. ഇപ്പൊ നമുക്ക് വിലപിടിപ്പുള്ള ഒരു സാധനത്തിൽ തീ പിടിച്ചാൽ പറയും എന്റെ എല്ലാം കത്തി നശിച്ചെന്ന് പറയും. അത് തീ പിടിക്കാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. തീ പിടിച്ചാൽ അവിടെ ഉള്ള മാലിന്യങ്ങളെ പരിപൂർണമായി നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ്. ഇത് നശിപ്പിച്ചു കളഞ്ഞു കഴിഞ്ഞ് ഈ അഗ്നിയുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോഴും ശുദ്ധമായിരിക്കും. അഗ്നിക്ക് യാതൊരു വ്യത്യാസവുമില്ല. അവനിങ്ങനെ കാളി രസിച്ച് ഇങ്ങനെ നിൽക്കും, ആടി കുലുങ്ങി ഇങ്ങനെ നിൽക്കും, അപ്പോഴും ശുദ്ധമാണ്. അപ്പോ വിലപിടിപ്പുള്ള പലതും കത്തിച്ചു കാണും. ചിലപ്പോ ഒരു വൻപിച്ച പ്രദേശം തന്നെ കത്തിച്ചു കാണും. ഇതെല്ലാം കഴിയുമ്പോഴും അവന്റെ അവസ്ഥ എന്താണ്? അങ്ങനെ ശുദ്ധമായി വിടർന്ന് വിലസി മേപ്പോട്ട് ഇങ്ങനെ ആടി കുലുങ്ങി നിൽക്കും. ഇതുപോലെയാണ് സദ്ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനത്തിന്റെ പ്രത്യേകത. അതിന് കളങ്കമില്ല, കളങ്കം മാറ്റുവാനുള്ള കഴിവുമുണ്ട്. അഗ്നിയെ എങ്ങനെയാണോ നമ്മൾ സൂക്ഷിക്കുന്നത്, അതുപോലെ സൂക്ഷിച്ചും ഭയന്നും ജീവിതം ചെയ്താൽ ഉന്നതമായ പരമഭാഗ്യത്തിൽ എത്തുവാൻ ഇതൊന്നു മാത്രം മതി. സൂക്ഷിച്ചില്ലെങ്കിൽ അപകടത്തിൽ പോകാനും ഇതൊന്നു മാത്രം മതി. അതുകൊണ്ട് ഖഡ്ഗി എന്നുള്ളതു ആരെന്നറിയാതെ അന്ധരായി ജീവിക്കല്ലേ, അന്ധരായി ജീവിക്കല്ലേ. ഗുരുശിഷ്യ ബന്ധത്തിൽ ഏകോപിച്ച് ജീവിക്കുന്നത് പരമഭാഗ്യമാണ്. എന്നാൽ അനർത്ഥങ്ങളും അപകടങ്ങളും ഉണ്ടാക്കാതെ സൂക്ഷിച്ച് ജീവിക്കേണ്ടത് അവരവരുടെ കടമയാണ്. അറിവ് തന്ന് ഉന്നതമായ ലോകങ്ങളിലേക്ക് ഗുരു വഴി നടത്തുമ്പോൾ അതിനെല്ലാം തച്ചുടച്ചിട്ട് അറിവുകേടാകുന്ന അധോലോകങ്ങളിലേക്ക് പോകാൻ ശ്രമിച്ചാൽ അപകടവും അനർത്ഥവും മരണവുമായിരിക്കും ഫലം. അതുകൊണ്ട് അപകടവും അനർത്ഥവും ഉണ്ടാക്കാതെ ഉന്നതനാകുന്ന ഗുരുവിനെ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് തന്റെ നാമങ്ങളും നിയമങ്ങളും പരിപാലിച്ച് സത്യധർമാദികൾക്കൊത്ത വ്യവസ്ഥയിൽ കൃത്യബോധത്തോടുകൂടി ജീവിതം ചെയ്താൽ ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം, സദ്ഗുരു നാമത്തിൽ ആനന്ദിക്കാം. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം, സദ്ഗുരു നാമത്തിൽ ആനന്ദിക്കാം. സർവദോഷങ്ങളും തീർത്തിടുന്ന സദ്ഗുരു നാമത്തിൽ ആനന്ദിക്കാം. ആമാവത്തോ
ശ്രദ്ധിക്കേണ്ടത് എന്താണ്? എപ്പോഴും ഗുരുഭക്തരായി ജീവിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ചിന്തിക്കുന്നത് എന്റെ ഗുരുവിന് ഇഷ്ടമാണോ? ചിന്തിക്കുന്നത് എന്റെ ഗുരുവിന് ഇഷ്ടമാണോ? പറയുന്നത് എന്റെ ഗുരുവിന് ഇഷ്ടമാണോ? പറയുന്നത് എന്റെ ഗുരുവിന് ഇഷ്ടമാണോ? പ്രവർത്തിക്കുന്നത് എന്റെ ഗുരുവിന്റെ ഇഷ്ടമാണോ? പ്രവർത്തിക്കുന്നത് എന്റെ ഗുരുവിന്റെ ഇഷ്ടമാണോ? ഇത് എപ്പോഴും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം ഗുരുഭക്തരായിട്ടുള്ളവർ ജീവിതം ചെയ്യുവാൻ. എപ്പോഴും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം ഗുരുഭക്തരായിട്ടുള്ളവർ ജീവിതം ചെയ്യുവാൻ. ഇവിടെ നിന്ന് അങ്ങ് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞോ അമ്പൂറ്റി അതിനകത്തിരിക്കുമല്ലേ, മാവേലിക്കലിരിക്കുമല്ലേ, അല്ലെങ്കിൽ ആശ്രമത്തിനകത്തിരിക്കുമല്ലേ, അല്ലെങ്കിൽ ഗുരുപ്രസാദ മന്ദിരത്തിൽ ഇരിക്കുമല്ലേ എന്ന് വിചാരിച്ചാൽ, അങ്ങനെ വിചാരിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ഭയമുണ്ടാവുകയില്ല, ഭക്തി ഉണ്ടാവുകയില്ല, ആ ഗുരുശിഷ്യ ബന്ധത്തിന്റെ അടിസ്ഥാന തത്വത്തിൽ കൂടി ജീവിക്കുവാൻ കഴിയുകയില്ല. ഒരിക്കലും നമുക്ക് ഭയമുണ്ടാകുകയില്ല, ഭക്തി ഉണ്ടാകുകയില്ല, ഗുരുശിഷ്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി നമുക്ക് ജീവിക്കാൻ. സത്യം അടിസ്ഥാനപ്പെടുത്തിയാണ് ഗുരുശിഷ്യ ബന്ധം ഉറപ്പിച്ചിരിക്കുന്നത്. സത്യം അടിസ്ഥാനപ്പെടുത്തിയാണ് ഗുരുശിഷ്യ ബന്ധം. സത്യത്തിൽ നിന്ന് തെറ്റിയാൽ ഗുരുശിഷ്യ ബന്ധം അറ്റുപോകും. സത്യത്തിൽ നിന്ന് തെറ്റിയാൽ ഗുരുശിഷ്യ സത്യബന്ധം, നിത്യബന്ധം, ശാശ്വതമായുള്ള ബന്ധം, സത്യബന്ധം, നിത്യബന്ധം, ശാശ്വതമായുള്ള അതാണ് ഗുരുശിഷ്യ ബന്ധം. അതിനെ മനഃപൂർവ്വം ആരും ഒഴിവാക്കി കളയരുത്. സത്യധർമാദികളിൽ കൂടി നിത്യവും ജീവിതം ചെയ്താൽ സത്യമെന്ന ബന്ധം ഗുരുവിലാണെന്നറിയാ. സത്യബന്ധം നോക്കി എത്തും ഗുരു അവിടെ. സത്യം പാലിച്ച് ജീവിക്കുന്ന ഒരു ആത്മാവ് ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും, സത്യം പാലിച്ച് ജീവിക്കുന്ന ഒരു ആത്മാവ് ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും, അവിടെ ഇരുന്നുകൊണ്ട് എന്റെ ദൈവമേ എന്ന് വിളിച്ചാൽ, അവിടെ പറന്നെത്തി നിന്നെ രക്ഷിക്കും, അനുഗ്രഹിക്കും, ആനന്ദിപ്പിക്കും. ഇപ്പോൾ വിദേശ രാജ്യത്ത് നിന്ന് നമ്മുടെ ഒരു കുഞ്ഞിവിടെ എത്തിയിട്ടുണ്ട്. മാരകമായൊരു രോഗം ബാധിച്ച് വേണ്ടതുപോലെ ചികിത്സ ലഭിക്കാതെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അബോധാവസ്ഥയിലായി പോയി. ആരും കൂടെ ഇല്ല. മണിക്കൂറുകളോളം അങ്ങനെ കിടന്നു. അത് കഴിഞ്ഞ് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അപ്പൊ ആ അബോധാവസ്ഥയിലാകുന്നതിന് മുമ്പ് പലതവണ എന്നെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു. ഞാൻ പല ചികിത്സാ രീതികളും നിർദ്ദേശിച്ചു. പക്ഷെ അതൊന്നും അവിടെ ലഭ്യമല്ലായിരുന്നു. കാരണം ഡോക്ടർമാരുടെ പ്രത്യേക നിർദ്ദേശമില്ലാതെ അവിടെ മരുന്നുകൾ ലഭിക്കുകയില്ല. ആ ഡോക്ടറെ കാണാൻ ദിവസങ്ങളുടെ വിടവും വെയിറ്റിംഗും ഒക്കെയാണ് പറയുന്നത്. അപ്പൊ ഒരു വിധത്തിലും ചികിത്സ ലഭിക്കാതെ ആ മാരകമായ രോഗവും കൊണ്ട് അനേക ദിവസങ്ങൾ കഴിഞ്ഞതിന്റെ ഫലമായി ഭക്ഷണം കഴിക്കാനോ ജലപാനം ചെയ്യുവാനോ നിർവാഹമില്ലാതെ അബോധാവസ്ഥയിൽ മണിക്കൂറുകളോളം കഴിഞ്ഞു. അവിടെ നിന്ന് ഉണർന്നപ്പോൾ ആ അബോധാവസ്ഥയിൽ ആരും വെള്ളം കൊടുത്തില്ലല്ലോ, ആരും ആഹാരം കൊടുത്തില്ലല്ലോ. പക്ഷെ ഉണർന്നെഴുന്നേറ്റപ്പോൾ പരിപൂർണ ആരോഗ്യത്തോടുകൂടി നിൽക്കുകയാണ്. ആരാണ് രക്ഷിച്ചത്? ആരാണ് വീണ്ടെടുത്തത്? ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഭഗവാനെ എനിക്ക് പ്രാവശ്യത്തെ പൂരം ആഘോഷിക്കണം. അത് കഴിഞ്ഞ് എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല ഭഗവാനെ എന്ന് എന്നോട് അപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ അങ്ങനെയൊന്നും പറയണ്ട, എന്നെ രക്ഷിക്കാൻ ദൈവമുണ്ട്. ആ ശബ്ദം പ്രകൃതിയിൽ കൂടി അവിടെ സാർത്ഥകമായി സുഖമായി സന്നിധാനത്തിലെത്തി. ആരു നമ്മെ രക്ഷിക്കും ഇതുപോലെ ലോകത്തിൽ? ആരു നമ്മെ ലോകനാഥനാകുന്ന ഉടമസ്ഥനല്ലാതെ ഇപ്രകാരം രക്ഷിപ്പാൻ ലോകത്തിലാരുമില്ല. അങ്ങനെ രക്ഷകനാകുന്ന ശുഭാനന്ദ രൂപത്തെ അകതാരിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നീ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും അതിന്റെ മുൻപിലാണെന്നുള്ള ബോധ്യത്തോടുകൂടി നീ ജീവിച്ചാൽ, അപ്പോഴപ്പോഴുള്ള കുറവുകൾ പരിഹരിച്ച് ജഗതീശ്വരൻ നിന്നെ രക്ഷിക്കും, സർവദാ കരുതി രക്ഷിക്കും, ആപത്തനർത്ഥങ്ങളിൽ നിന്ന് ഒഴിവാക്കും,
മരണത്തിൽ നിന്നൊഴിവാക്കും, വീണ്ടെടുത്ത് രക്ഷിക്കും, ആനന്ദത്തിൽ എന്നും വളർത്തും. അങ്ങനെ ആനന്ദ രാജ്യത്തിൽ എപ്പോഴും ഒന്നിച്ച് ജീവിക്കുവാനുള്ള പരമഭാഗ്യം ഈശ്വരൻ അനുവദിച്ചു തന്ന ഒരു കൂട്ടമാണ് ഈ ഇരിക്കുന്നത്. ആത്മബോധോദയ സംഘം ആ സമൂഹത്തിന്റെ പേരാണ്. ഉന്നതനാകുന്ന ദൈവത്തിന്റെ തിരുഹൃദയം തുറന്ന് പ്രകാശിപ്പിച്ച ആ പ്രകാശരശ്മികൾ കൊണ്ട് ശുദ്ധമായി തീർന്ന പരിശുദ്ധ ഹൃദയങ്ങൾ ഏകോപിച്ചു നിൽക്കുന്ന സംഘത്തിന്റെ പേരാണ് ആത്മബോധോദയ സംഘം. ആ ദിവ്യപ്രകാശം അത് ശുഭാനന്ദ പ്രകാശമാണ്. ആ ശുഭാനന്ദ പ്രകാശം പുണ്യപൂരമായി ഉദയമായി വന്ന തിരുവവതാര സുദിനം, തിരുവവതാര സുദിനമിതാ ആഗതമായി സഹോദരരെ. തിരുവവതാര സുദിനമിതാ ആഗതമായി സഹോദരരെ. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. ഈ ഈണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മുടെ കാരക്കാട്ട് ബാലേന്ദ്രൻ ഭക്തന്റെ ട്യൂണിംഗ് ആണ്. ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് കൈയടിക്കാം. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. ഇതിന്റെ കൂടെ കൈയടിക്കാൻ പഠിപ്പിച്ച ഞാനാട്ടോ. ഇതിന്റെ കൂടെ അപ്പൊ നമുക്ക് ഈശ്വരന്റെ നാമത്തിൽ ഈ തിരുവവതാര സുദിനം ആനന്ദമായി കൊണ്ടാടുവാൻ കായാമ്പുമേനിതൻ കാര്യമെല്ലാം ചെയ്യേണ്ടത് ആത്മാക്കൾ മാത്രമാണ്. ഞാൻ ഓരോരുത്തരിൽ കൂടി ഓരോ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഒരാള് ഹാരം കെട്ടുന്നു, ഒരാള് രഥമൊരുക്കുന്നു, ഒരാള് കുറെ പേര് ചേർന്ന് അന്നദാനം ഒരുക്കുന്നു. അതുപോലെ ഓരോ വിധത്തിലും. അപ്പൊ ഒരാൾ പാട്ട് ട്യൂൺ ചെയ്യുന്നു, ഇപ്പൊ കുറെ പേരെ പാട്ട് പഠിപ്പിക്കുന്നു എന്ന് വേണ്ട. ഇങ്ങനെ എന്തെല്ലാം 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 ഒരുങ്ങുമ്പോഴാണ് എങ്ങനെ ഒരുങ്ങണം? അറിവിൽ കൂടി ഒരുങ്ങണം. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. നമുക്ക് വനിതാ സമ്മേളനം നടക്കാനുണ്ട്. അതിന് പാലക്കാട്ട് നിന്നാണ് നമുക്ക് ഒരു പാലക്കാടല്ലേ പാലക്കാട്ടുള്ള ഒരു MLA ആണ് നമുക്ക് വിശിഷ്ടാതിഥിയായി വന്നിട്ടുള്ളത്. നാളെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ വേണ്ട ക്രമീകരണങ്ങൾ നടത്താനുള്ള ചുമതലയുള്ള MLA ആണ്. അപ്പോ നമ്മൾ പറഞ്ഞനുസരിച്ച് വന്നെങ്കിലും ഉടനെ തന്നെ പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞ സമ്മേളനം തുടങ്ങാതെ പോകില്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം പോയി ആഹാരം കഴിച്ചിട്ട് പറഞ്ഞ സമയത്തിനേക്കാൾ അല്പം മുമ്പ് സമ്മേളനം ആരംഭിച്ചാലും വേണ്ടിയില്ല. കാരണം ഈ ഉത്തരവാദിത്വങ്ങളെന്ന് പറയുന്നത് എപ്പോഴും അതിന്
പിൻബലമായി നിൽക്കേണ്ട ചുമതല കൂടി ആത്മബോധോദയ സംഘത്തിനുണ്ട്. ഉത്തരവാദിത്തങ്ങൾക്ക് പിൻബലമായി നിൽക്കേണ്ട ചുമതല കൂടി ആത്മബോധോദയ സംഘം. നമ്മൾ സത്യസന്ധതയും കൃത്യനിഷ്ഠയും പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന സംഘമാണ്. നമ്മൾ സത്യസന്ധതയും കൃത്യനിഷ്ഠയും പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന സംഘമാണ്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം. അപ്പൊ ആ നിലയിൽ സമ്മേളനം വളരെ മനോഹരമായി ആരംഭിച്ച് അത് ഉദ്ഘാടനവും ചെയ്തിട്ട് ആ MLA നമുക്ക് സന്തോഷമായിട്ട് യാത്ര അയക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല. തന്നെയുമല്ല, ഇനിയും എത്രയോ 2-3 ദിനങ്ങൾ ഇനിയും കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. കേൾക്കുവാൻ ആഗ്രഹമുള്ള ഹൃദയങ്ങൾ നിറയ്ക്കുവാൻ ഞാനിതാ ഒരുക്കമായി നിൽക്കുകയാണ്. ആ ഈ 7 ദിവസവും പറഞ്ഞ കാര്യങ്ങളെക്കാൾ ഉപരിയായ കാര്യങ്ങൾ ഇനിയും പലതും പറയാനുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കത് അനുവർത്തിക്കുവാൻ അനുവാദവും അനുഗ്രഹവും തരട്ടെ. സർവശക്തി പ്രത്യക്ഷമാകുന്ന സർവ്വതും നടത്തട്ടെ. ഉന്നതമാകുന്ന നമ്മുടെ ജന്മനക്ഷത്ര ഘോഷയാത്ര അത് വൻപിച്ച വിജയമാക്കി തീർക്കണമെന്ന് തീരുമാനിക്കുന്നവരെന്ന് കൈയടിച്ചു കേട്ടാക്കണം. ഉന്നതമാകുന്ന നമ്മുടെ പ്രകാശയാത്ര, ഓ അത്യുത്കൃഷ്ടമായ പ്രകാശയാത്ര, ശുഭാനന്ദ ചൈതന്യയാത്ര ഏറ്റവും ശോഭനമാക്കണമെന്ന് തീരുമാനിക്കുന്നവർ കൈയടിച്ചു കേട്ടാക്കണം. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. ഉന്നതനാകുന്ന ഗുരുവിന്റെ അറിവിന്റെ കീഴിൽ, അറിവാകുന്ന ആദർശ കൊടിയുടെ കീഴിൽ ജാതി മത വിദ്വേഷങ്ങളെല്ലാം മറന്ന് ഏകബന്ധത്തിൽ, ശാശ്വത ബന്ധത്തിൽ, സ്നേഹബന്ധത്തിൽ ഏകോപിച്ചു നിന്നുകൊണ്ട് ഉന്നതനാകുന്ന ഗുരുവിന്റെ ആ പൂരം നക്ഷത്രം നമുക്ക് ആഘോഷിക്കാം. സർവപ്രകൃതികളും ദേവീ ദേവന്മാരും ദൂതപരമ്പരകളും പൂർവകർമ്മ സുഹൃതികളും എല്ലാം അണിനിരന്നിട്ടുണ്ട്. ഭക്തലോകത്തെ അത്ഭുതമായി ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിൽ നടന്ന ഉന്നതമായ പൂരം മഹോത്സവത്തെ കുറിച്ച് അവിടെ നിന്ന് സന്താനങ്ങൾ പലരും വിളിച്ചു പറഞ്ഞു. കണ്ണുനീരോടുകൂടിയാണ് അവർ പറഞ്ഞത്. കാരണം അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ശ്യാംകുമാർ ഇവിടെ എത്തി. അപ്പൊ അവർക്ക് പരിചയക്കുറവിന്റെ ഒരു സംഭ്രമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കൂടി ഒത്തുപിടിച്ചപ്പോ 10 മടങ്ങ് സന്തോഷത്തിലും ആനന്ദത്തിലും ആ കർമ്മങ്ങളെല്ലാം നടത്തപ്പെട്ടു. കൂടുതൽ കർമ്മിച്ച് കൂടുതൽ ഫലമെടുത്തപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഓരോരുത്തരും അവരവരുടെ വാക്കുകൾ കൊണ്ട് അതിനെ വർണ്ണിക്കുകയാണ്. അങ്ങനെ പല ആത്മാക്കളും വിളിച്ചു. ആ കൂട്ടത്തിൽ നമ്മുടെ വീണയും വിളിച്ചു. അപ്പോ വിളിച്ച കൂട്ടത്തിൽ പറഞ്ഞു, എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങ് വന്നാൽ കൊള്ളാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാ ഇനി പോരെന്നും പറഞ്ഞു. രാവിലെ നോക്കിയപ്പോ മുറ്റത്ത് നിൽപ്പുണ്ട്. അങ്ങനെ പലതും അത്ഭുതമായി ജഗദീശ്വരൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിംഗപ്പൂർ എന്ന് പറയുന്ന മാവേലിക്കരയുടെ കയറ്റത്തല്ല, അത് മറ്റൊരു രാജ്യമാണ്. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാനും ലീവ് അനുവദിക്കാനും ഈ വിധത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം ഇത്ര വേഗത്തിൽ നടത്താൻ ആരും നമ്മെ രക്ഷിക്കും. ഇതുപോലെ ലോകത്തിൽ ലോകനാഥനാകുന്ന ഉടമസ്ഥനല്ലാതെ അങ്ങനെ അത്ഭുതങ്ങൾ കാട്ടുന്ന, അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തുന്ന, ആരെയും ആനന്ദിപ്പിക്കുന്ന ആനന്ദ സമ്പൂർണനാകുന്ന ഗുരുവിന്റെ തിരുനാൾ ആഘോഷിക്കുവാൻ അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. ഒത്തുചേർന്ന് ഗുരുവിന്റെ നാമത്തിൽ ആനന്ദം അനുഭവിക്കുവാൻ 143ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവം ഏവർക്കും മഹാഭാഗ്യദിനമായി വരട്ടെ.
സർവ്വലോകത്തിനും ആനന്ദ ദിനമായി വരട്ടെ. ഉന്നതമായ മഹാഗോപുരത്തെ അതിശോഭനമാ വിധത്തിൽ പൂർത്തീകരിക്കപ്പെടുവാൻ നിങ്ങൾ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഓ മഹാശക്തി സ്വീകരിച്ച് ഏറ്റവും വേഗത്തിൽ അത് പൂർത്തീകരിച്ചു തരുവാൻ അനുവാദവും അനുഗ്രഹവും ദാനം ചെയ്യട്ടെ. അതിന്റെ സമ്പൂർണമായ രൂപത്തെ കാണുവാനും സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടി പ്രവർത്തിക്കുവാനും തപോബലവും ജന്മാന്തര സുഹൃതവുമുള്ള ഒരു ഹൃദയത്തെ ഈശ്വരൻ സ്വീകരിച്ച് ആത്മദീപമായി ഇവിടെ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. ആയുരാരോഗ്യത്തോടെ എന്നും കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ രാജഗോപാലിനെയോ കുടുംബത്തെയും സ്ഥാപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെ ഓരോരുത്തരെയും എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഉന്നതൻ നേരിട്ട് നിന്നെല്ലാം പൂർത്തീകരിച്ച് ആത്മലോകത്തിനായി ദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ധാരാസ്തുതി അത്യനുഗ്രഹമായി നടത്തപ്പെടുമാറാകട്ടെ. പുണ്യപുരുഷന്മാർ രണ്ടുപേർ സമാധിയായ ദിനം ആ മെയ് മാസം 17-ാം തീയതി സമാധി ദിനമായി ആചരിക്കുന്നു. ഭക്തി നിർഭരമായി ആചരിക്കുവാൻ ആത്മലോകത്തെ ഒരുക്കട്ടെ. എല്ലാം ഓർമ്മയോടും ശ്രദ്ധയോടും കൂടി നിർവഹിക്കുമ്പോൾ ഓ മഹത്പുരുഷനാകുന്ന മഹാശക്തി ഏവരിലും എത്തി നിന്ന് ആനന്ദിക്കുവാനും അനുഗ്രഹിക്കുവാനും ഇടയാകും. ആ വിധത്തിൽ ആനന്ദാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഓ ആത്മഹർഷം ഉണ്ടാകട്ടെ. ആത്മാനന്ദാനുഭൂതി ഉണ്ടാകട്ടെ. ശുഭാനന്ദം തുള്ളിക്കളിക്കുമാറാകട്ടെ. അതിനുവേണ്ടി മഹാശക്തി വാഴുമാറാകട്ടെ. എല്ലാ നേർച്ചകളും ഇതാ സ്വീകരിക്കുന്നു. ഏവരെയും അനുഗ്രഹിക്കുന്നു. സർവ്വതും ആനന്ദമായി ഭവിക്കട്ടെ. ശുഭാനന്ദപൂരം നടക്കട്ടെ. ആനന്ദപൂരം നടക്കട്ടെ. അനുഗ്രഹപൂരം നടക്കട്ടെ. സമ്പൂർണ്ണ പൂരം നടക്കട്ടെ. ഖഡ്ഗി അവതാരപൂരം നടക്കട്ടെ. സർവശക്തി എഴുന്നള്ളി നടത്തട്ടെ. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം. സദ്ഗുരുനാമത്തിൽ ആനന്ദിക്കാം. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം. സദ്ഗുരുനാമത്തിൽ ആനന്ദിക്കാം. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം. സദ്ഗുരുനാമത്തിൽ ആനന്ദിക്കാം. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം. സദ്ഗുരുനാമത്തിൽ Hallelujah.